നമുക്കൊരു വീഡിയോ കാണാം. ഓട്സ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? കംപ്ലീറ്റ്ലി അൺഹെൽത്തി. കാരണം ഓട്സ് 70% ഷുഗർ ആണ്. അപ്പോൾ പ്രോട്ടീൻ ഇല്ലേ, പ്രോട്ടീൻ ഉണ്ട്, പക്ഷേ അത് സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻ ആണ്. അപ്പോൾ ഫൈബർ ഉണ്ട്, പക്ഷേ ഫൈബർ മനുഷ്യന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം മനുഷ്യന്റെ ബോഡി ഇല്ല. ഫൈബർ മനുഷ്യന് ആവശ്യമില്ലാത്തതാണ്. ഈ വീഡിയോ കുറേ ഫ്രണ്ട്സ് നമുക്ക് ഷെയർ ചെയ്തായിരുന്നു. ഇതിനകത്ത് കമന്റ്സും കുറേ കോമഡിയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ എന്തൊരു ഫുഡ് കഴിക്കുന്നത് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡാണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടണം, അല്ലെങ്കിൽ അതിനകത്ത് വൈറ്റമിൻസ് കിട്ടണം, മിനറൽസ് കിട്ടണം, ഫാറ്റ് കിട്ടണം, പ്രോട്ടീൻ കിട്ടണം. ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓട്സ് ശരിക്കും ഹെൽത്തി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് വെറുതെ ഒരു ഓവർ ഹൈപ്പ് കിട്ടിയ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്കാമാണ് ഓട്സിൽ ഇവർ പറയുന്ന എല്ലാം ശരിയാണ്. ഓട്സിനകത്ത് വേറെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഓട്സിനകത്ത് ഓക്സിഡൈസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ട്. സോ അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുത്ത ആൾക്കാർക്ക്, കിഡ്നി ഇഷ്യൂസ് ഉള്ളവർക്ക് ഭയങ്കര പ്രോബ്ലമാണ്. പിന്നെ ഓട്സിനകത്ത് ആന്റി ന്യൂട്രിയൻ പ്രോപ്പർട്ടി ഉണ്ട്, ഫൈറ്റിക് ആസിഡ് ഉണ്ട്, പല എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസിന്റെ അബ്സോർപ്ഷനെ ഓട്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓട്സ് ഒരു നല്ല ഫുഡേ അല്ല. ഓട്സ് ഹാർട്ട് ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലിന്റെ സെയിം സംഭവം തന്നെ പറയേണ്ടി വരും. സൺഫ്ലവർ ഓയിൽ ഹാർട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി ഓയിൽ. സീഡ് ഓയിൽസ് ഒന്നും നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല. കൊളസ്ട്രോളിന്റെ ബേസിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. സെയിം തിങ് ഓട്സിൽ. നമ്മുടെ നാട്ടിലുള്ള ദോശയും ഇഡലിയും എല്ലാം ഫെർമെന്റഡ് ഫുഡ്സ് ആണ്. അത് വളരെ ബെറ്റർ ആയിട്ടുള്ളതാണ്. ആ കൂടി നമ്മൾ ക്വാണ്ടിറ്റി കൺട്രോൾ അല്ലെങ്കിൽ പോർഷൻ കൺട്രോൾ എന്നുള്ള സിറ്റുവേഷൻ മാത്രമാണ് ഓട്സ് കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുള്ളൂ. സോ ആ പോർഷൻ കൺട്രോൾ നമ്മുടെ ഹെൽത്തി ഫുഡിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്സിനകത്ത് കിട്ടുന്നതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും.